ഹലോ ഫ്രണ്ട്സ്, ഓണത്തിരക്കെല്ലാം കഴിഞ്ഞ് കാണും അല്ലേ? ഇനി നമുക്ക് ഒരു ദോശ മാവ് കൊണ്ട് 2 തരം പലഹാരം തയ്യാറാക്കാം. 2 ഗ്ലാസ് പച്ചരിക്ക് 1 സ്പൂൺ ഉലുവ ഇട്ട് കുതിർത്ത് വയ്ക്കുക. ഇത് തേങ്ങയും ചോറും ചേർത്ത് അരച്ച് പുളിച്ച് പൊങ്ങാൻ വെച്ചതാണത്. ഇനി ഒരു ദോശക്കല്ല് വെച്ച് അതിലേക്ക് എണ്ണ പുരട്ടി ഓരോ തവി കണ്ടൊഴിച്ച് ചുട്ടെടുക്കാം. ദോശക്കൊന്ന് ഹോൾസ് വരുന്നേരം മൂടി വെച്ച് ചുട്ടെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ ദോശ തയ്യാറായി കിട്ടും. ഇനി നമുക്ക് അതേ മാവിൽ തന്നെ 1.5 സ്പൂൺ മൈദയും ക്യാരറ്റും വലിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചെറുതായി കട്ട് ചെയ്തത് മാവിലേക്ക് ഇടുക. ഉപ്പ് ചേർത്ത ദോശമാവാണ്. ഇതിൽ ഉഴുന്ന് തീരെ ചേർത്തിട്ടില്ല. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ സ്പൂൺ കണ്ട് ഒഴിച്ച് ചുട്ടെടുക്കാം. രണ്ട് വശവും നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണം. വളരെ ടേസ്റ്റിയായ ഒരപ്പമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ദോശക്ക് കൂട്ടാൻ പറ്റിയ ചട്നി തയ്യാറാക്കാം. വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വാളംപുളിയുമാണ് ഇതിനാവശ്യം. തേങ്ങയും. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ നല്ലപോലെ മാളിക്കുക. 3 അല്ലി വെളുത്തുള്ളിയും ഇടുക. മുളകെല്ലാം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇടുക. തേങ്ങയും വറ്റൽമുളകും ചെറിയുള്ളിയും എല്ലാം ഒന്ന് നല്ലപോലെ വാടി വരുമ്പോൾ അതിലേക്ക് വാളംപുളി ഇടാം. കുരു കളഞ്ഞ് വേണം ഇടാൻ. അത് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഇടുക. അതിലേക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഒഴിക്കുക. ചട്നി നല്ലപോലെ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റിയായ ദോശയും അപ്പവും ചട്നിയും തയ്യാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബും ചെയ്യണേ.